അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടിയിലുള്ള ഓട് പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറയരുത്, വിചാരിക്കരുത്. കാരണം എല്ലാം മാറ്റാനുള്ള ഓടാണെന്ന് പറഞ്ഞിട്ട് നേരത്തെ കൂട്ടി ലൈസൻസ് എടുത്ത് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് വന്നിട്ട് സോളാർ പാനലിൻ്റെ സ്ട്രക്ചർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതതിൻ്റെ ബേസാണ്. എല്ലാം നമ്മൾ വാട്ടർ ലൈന്, സ്വിച്ച് ലൈന് കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് അടിക്കുന്നത്. അത് കനമുള്ള പൈപ്പുകളാണ് കേട്ടോ. ഓക്കെ, അല്ല അപ്പോളോൻ്റെയാണ് ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ബേസ്മെൻ്റ് അടിച്ച് വെച്ചിട്ടുള്ളതാണ് നടക്കാനുള്ളത്. പിന്നെ ഇപ്പുറത്ത് വെച്ചിട്ടുള്ള ഇത് പാനൽ കയറ്റാനുള്ള ഫ്രെയിം 2 അതായത് 8 8 16 ഫ്രെയിമാണ്, അല്ല 16 പാനലാണ് കേട്ടോ വരുന്നത്. ബൈസൈസിലായത് എന്നാണ് ഇങ്ങനത്തെ സ്ട്രക്ചർ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ നോർമൽ സ്ട്രക്ചറാണ് വരിക. ഷീറ്റ് അടിക്കുന്ന പോലെ തന്നെ ഏകദേശം പർലിങ് ഇട്ട് അടിക്കുക ചെയ്യുക. ഇതിലാവുമ്പം അടിയിൽ നിന്നും മുകളിൽ നിന്നുള്ള റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. ഓടിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ റിഫ്ലക്ഷൻ കാര്യമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നില്ല. എന്നാലും നമുക്ക് കിട്ടുന്നതായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ്. പൈപ്പൊക്കെ ഒരുപാട് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മുകളിലേക്ക് വലിച്ച് കയറ്റിയത്. പിന്നെ ഇതാണ് സ്ട്രക്ചർ. ഇതിൻ്റെ പെയിൻറ്റിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പ്രൈമർ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കാനുള്ളത്. കാരണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇടയ്ക്ക് ക്ലീൻ ചെയ്യണം. അതായത് ഇടയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം നല്ല ഒരു 3 മാസം 4 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യണം. കാരണം ഒരുപാട് പൊടി അടിച്ച് മുകളിൽ പൊടി തങ്ങി കഴിഞ്ഞാൽ ലൈറ്റിങ് കിട്ടില്ല, അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ നടക്കാൻ പാകത്തിന് സൗകര്യത്തിനാക്കി കൊടുത്തത്. കാരണം നമ്മളെപ്പോലെ ആയിരിക്കില്ല, വീട്ടുകാരായിരിക്കും ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ കയറുക. അപ്പോൾ അവർക്ക് അതിൻ്റെ സൗകര്യം കൂടി നമ്മൾ ചെയ്തു കൊടുക്കണം. അതാണ് സ്ട്രക്ചർ. അത് നമ്മൾ 2 ചങ്കുകളാണ് കേട്ടോ പണിയെടുക്കുന്നത്. പിന്നെ എന്നിട്ട് സോളാർ വെച്ചിട്ടുള്ള ഫോട്ടോയാണിത്. എല്ലാം നമ്മൾ ക്ലാമ്പ് ചെയ്ത് ബോൾട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. കോൺക്രീറ്റും അടക്കം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ഇലക്ട്രീഷ്യൻ പണി മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ വന്നിട്ട് ഇതിൽ നമ്മൾ എർത്തിൻ്റെ സാധനം വെക്കാനുണ്ട്. കാരണം മിന്നലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് തട്ടാതിരിക്കാൻ വേണ്ടി ലൈറ്റിങ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം വെക്കാനുണ്ട്. അതിനുള്ള പ്ലേറ്റും ക്ലാമ്പും വെച്ചേക്കുവാണ്. ഇതെല്ലാം വന്നിട്ട് നമ്മൾ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് അടിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ ആണ്. തുടക്കമുള്ളതൊക്കെ അവസാനമായിപ്പോയി, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, മറക്കരുത്.